അവിടെ ആവുമ്പോൾ ബിസിനസ് ആവുമ്പോൾ അത്യാവശ്യം ഇത്തിരി നുണയൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് നുണ പറയണമെങ്കിൽ അവിടെ പറ്റും. ആ സമയത്ത് കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ അവിടെ ഈ ഏറ്റവും നല്ല ദിക്ക് കിഴക്കാന്നാണല്ലോ പറയണേ. അതെ അതെ അതെ. അപ്പം ഈ നല്ലതൊക്കെ ആർക്ക് പറഞ്ഞേക്കുന്നതാണ്? പൈസയാണ് എല്ലാവർക്കും വേണ്ടത്. അതെ. ഈ പണിയെടുക്കുന്ന പൈസ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളത് പലരുടെയും വലിയൊരു പ്രശ്നമാണ്. അപ്പം അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ? പൈസയുടെ കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിലത്തെ പൈസ സൂക്ഷിക്കേണ്ടത് എവിടെയാണെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒരു പക്ഷേ കയ്യിൽ നിൽക്കാത്തതിൻ്റെ കാരണങ്ങളെ പറ്റി പറയുന്നത്. പൈസ സൂക്ഷിക്കേണ്ട സ്ഥലം എപ്പോഴും തെക്ക് പടിഞ്ഞാറേ മൂലയാണെന്നാണ് പറയുന്നത്. ഒരു വീട്ടിലെ ഗ്രഹനാഥൻ ഉപയോഗിക്കേണ്ട വാസ്തുശാസ്ത്രപ്രകാരം അനുസരിച്ച് ഒരു വീട്ടിലെ മുറികളിൽ ഏറ്റവും വലിയ മുറി വടക്ക് കിഴക്കേ മൂലയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലെ മുറി ഏറ്റവും വലുതായിരിക്കണമെന്നും അത് ഗ്രഹനാഥൻ ഉപയോഗിക്കുന്ന മുറിയായിരിക്കണം എന്നുകൂടിയാണ്. അപ്പോൾ ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ ആ കൂടെ ഗ്രഹനാഥയും ഉണ്ട് എന്ന് കൂടെ മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ ഗ്രഹനാഥൻ അവിടെയും ഗ്രഹനാഥൻ വേറൊരിടത്താണെന്നും അല്ല അതിനർത്ഥം. അപ്പോൾ ആ മുറിയിലാണ് പൈസ സൂക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് പൈസ സൂക്ഷിക്കേണ്ടത് എങ്കിൽ അത് പൈസ വർധനയ്ക്ക് സഹായകമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അത് പൂട്ടി വയ്ക്കണം എന്നാണ് പറയുന്നത്. പൂട്ടുള്ള പെട്ടിയിലായിരിക്കണം അവിടെ പൈസ സൂക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചാൽ പൈസ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലവ് കൂടുതലുണ്ടാവും എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം ഈ പറയുന്നതിൽ ചിലവുകൾ വരിക എന്ന് പറയുന്നത് പൊരുത്ത വിഷയത്തിൽ ഈ 2-ാം കൂറും 12-ാം കൂറും ആണ് എങ്കിൽ ഈ സാമ്പത്തിക ചെലവ് കൂടുതലായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വരുമാനം അനുസരിച്ചുള്ള നീക്കിയിരിപ്പ് ഈ ദമ്പതികൾക്ക് ഉണ്ടാകില്ല എന്നും അവരുടെ മക്കളായിട്ട് മാത്രമേ കൂടുതൽ സമ്പാദ്യങ്ങൾ ഉണ്ടാകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. പൈസ എപ്പോഴും ഈ പറഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സൂക്ഷിക്കുക. തെക്ക് കിഴക്കേ മൂലയിൽ ഒട്ടും സൂക്ഷിക്കാതിരിക്കുക. കാരണം തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നികോണാണ്. അപ്പോൾ പൈസ വയ്ക്കുന്നത് ഒരു കാരണവശാലും അവിടെ ആവാതിരിക്കുക. അവിടെ വയ്ക്കുന്നത് അഗ്നിക്ക് കൊടുക്കും എന്നാണല്ലോ പറയുന്നത്. ഓഹോ. അതുപോലെ തന്നെയാണ് ദാമ്പത്യ പ്രശ്നങ്ങളും. ദാമ്പത്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാലഘട്ടമായത് പൊരുത്തക്കേടുകൾ. അപ്പം അതിനും ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ പൊരുത്തമില്ലായ്മ അല്ലെങ്കിൽ നാളുകൾ നല്ല പൊരുത്തമില്ലായ്മ ഇവിടെ ഒരു വിഷയമാണ്. അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് ഈ ശിവനും പാർവതിയും ഇവിടെയും പ്രതിഷ്ഠ. ശിവസാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ പാർവതി സാന്നിധ്യമുണ്ട് എന്നാണ് പൊതുവെ ഒരു സങ്കല്പം. എന്നാലും ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേരുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിക്കുക. അതായത് ദമ്പതി പൂജ അതായത് ഉമാമഹേശ്വര പുഷ്പാഞ്ജലി കഴിക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യമായി ജന്മനാളുകൾ തോറും ചെയ്യുക. എല്ലാ മാസത്തിലും ഒരു ജന്മനാൾ വരുമല്ലോ. അത് രണ്ടുപേരുടെയും നാളുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ആയാലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുന്നു? അത് ഈ പൊരുത്തം മര്യാദയ്ക്ക് നോക്കാത്തത് കൊണ്ടാണോ? പൊരുത്തം നോക്കാത്തതും തന്നെ ഒരു കാരണം. ഈ പറയുന്ന രീതിയിൽ തമ്മിൽ ഈ പൊരുത്തം ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ഈ പറഞ്ഞ 2-ാം കൂറും 12-ാം കൂറും ആണ് എങ്കിൽ ഇത് സാമ്പത്തിക ചെലവ് കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലാതെ അവർ തമ്മിൽ ലോഹിക്കുറവൊന്നുമില്ല. അപ്പോൾ ഓരോ പൊരുത്തമില്ലായ്മയ്ക്കും ഓരോരോ തരത്തിലുള്ള കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം തീർത്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി കടുത്ത ദോഷങ്ങളെ ഒഴിവാക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതാണ് അതിനകത്ത് വേണ്ട ഒരു കാര്യം. പിന്നെ ഈ സമ്പത്തിൻ്റെ കാര്യത്തിൽ സർപ്പക്ഷേത്രങ്ങളിലേക്ക് എപ്പോഴും വഴിപാടുകൾ കഴിക്കുന്നത് സമ്പത്തിൻ്റെ വർധനയ്ക്ക് നല്ലതാണ് എന്ന് പറയുന്നു. അതായത് നമ്മളിപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ഓരോ ദിവസവും പൈസ മാറ്റി വയ്ക്കണം തീരുമാനിച്ചാൽ ഓരോ ദിവസവും പൈസ മാറ്റി വയ്ക്കാം. ഓരോ ആഴ്ചയും പൈസ മാറ്റി വയ്ക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും തീരുമാനിക്കാം. ഓരോ മാസം തോറും പൈസ മാറ്റി വയ്ക്കണം വെച്ചാൽ അങ്ങനെ കൃത്യമായി മാറ്റി വെച്ച് അത് സർപ്പക്ഷേത്രങ്ങളിൽ കൊടുക്കുകയാണ് എങ്കിൽ അത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും എന്ന് പറയുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയോടെ ഈ നമ്മുടെ ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതിനകത്ത് ഒരു വിഹിതം
ഈ തിരുപ്പതി ഭഗവാന് മാറ്റി വയ്ക്കുന്നവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു ഷെയർ തന്നെ ആ ബിസിനസ്സിൻ്റെ ലാഭം തന്നെ തിരുപ്പതി ഭഗവാന് വയ്ക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പം ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ ബിസിനസ് ചെയ്യേണ്ടവർ ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ട മൂർത്തി ഏതാണ്? ധനത്തിൻ്റെ ദേവത ലക്ഷ്മിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ചെയ്യുന്നവർ ലക്ഷ്മിയുടെ ഭർത്താവും മറ്റേ മഹാവിഷ്ണുവാണല്ലോ. അപ്പോൾ മഹാവിഷ്ണുവിനെ ആയിരിക്കും ഉപാസിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യവും കൂടി പറയാം. ഈ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ്സുകാരുടെ വീട് എപ്പോഴും വടക്കേ വടക്കോട്ട് ദർശനമായിരിക്കുന്നതായിരിക്കും ഉത്തമം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആവുമ്പോൾ ബിസിനസ് ആവുമ്പോൾ അത്യാവശ്യം ഇത്തിരി നുണയോ ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് നുണ പറയണമെങ്കിൽ അവിടെ പറ്റൂ. ആ സമയത്ത് കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ അവിടെ ഈ ഏറ്റവും നല്ല ദിക്ക് കിഴക്കാന്നാണല്ലോ പറയണേ. അതെ. അപ്പോൾ ഈ നല്ലതൊക്കെ ആർക്ക് പറഞ്ഞേക്കുന്നതാണ്? ബ്രാഹ്മണർക്ക് പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ബ്രാഹ്മണ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കാണ് ഈ കിഴക്കേ ദിക്ക് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രാഹ്മണ ധർമ്മങ്ങൾ? ബ്രഹ്മജ്ഞാനി ഇതു ബ്രാഹ്മണ എന്തോ ആവട്ടെ, ഇതിനേക്കാൾ ഉപരി അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഈ ബ്രാഹ്മണ സത്യമേ പറയാകാവൂ. ഒന്ന് സത്യം വധ ധർമ്മം ചര, അത് ഒരു ബ്രാഹ്മണ ധർമ്മമാണ്. മറ്റൊന്ന് ബ്രാഹ്മണ ധർമ്മങ്ങളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണ വാങ്ങുക, ദാനം വാങ്ങുക, ദാനം കൊടുക്കുക, മറ്റേ വിദ്യ അഭ്യസിപ്പിക്കുക, മറ്റേ യാഗം ചെയ്യുക, യാഗം ചെയ്യിക്കുക. ഈ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ബ്രാഹ്മണർ എന്നാണ് ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവർക്ക്, അതായത് ബിസിനസ്സുകാർക്ക് കിഴക്കേ ദിക്ക് പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കിഴക്കോട്ടാണ് വീട് എങ്കിൽ അത് നന്നായിരിക്കില്ല. അവർക്ക് വടക്കിട്ടുള്ള വീടായിരിക്കും. തന്നെയല്ല, കുബേരൻ്റെ ദിക്ക് വടക്കാന്നാണല്ലോ പറഞ്ഞത്. കുബേരൻ്റെ ദിക്ക് വടക്കാണ്. അപ്പോൾ ബിസിനസ്സുകാർക്ക് വടക്കോട്ട് വീട് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ കുബേരനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കുബേര വിഗ്രഹം, പ്രതിമ, നമ്മളത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങൾ അധികവും വീടുകളിൽ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദൈവം ഇരിക്കുന്നത് ദേവാലയങ്ങളിലാണ്. അപ്പോൾ മനസ്സിൽ മനോമയിയും വിഗ്രഹമാകാമെന്നാണല്ലോ പറയുന്നത്. മനസ്സിലും വിഗ്രഹമാകാം എന്നാണ് പറയുന്നത്. വിഗ്രഹം ഉണ്ടാക്കുന്ന പറയുന്ന ആ ശ്ലോകത്തിൽ പറയുന്നത് മനസ്സുകൊണ്ടും മനസ്സിലും വിഗ്രഹമാകാം, മനോമയി എന്നാണ് അവിടെ പറയുന്നത്. ശിലാമയി, മനോമയി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ മനോമയിയും പറയുന്നുണ്ട്. മറ്റേ അവിടെ വിഗ്രഹത്തിന് പാടില്ലാത്തത് സിമെൻറ്റിൻ്റെ വിഗ്രഹം പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ജെയിംസ് പോളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക. ശ്രീ ജെയിംസ് പോളുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.